السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 233 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ, സ്നേഹിച്ച ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 233 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫൗറദഹുൻ നാർ ബിഅ്സൽ വിർദുൽ മൗറൂദ് വഉത്ബിഉ ഫീ ഹാദിഹി ലഅനതൻ വയൗമൽ ഖിയാമah ബിഅ്സൽ റിഫ്ദുൽ മർഫൂദ്. ذلك من أنباء القرى نقصه عليك منها قائم وحصيد وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب. وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه أليم شديد. إن في ذلك لآية لمن خاف عذاب الآخرة ذلك يوم مجموع له الناس وذلك يوم مشهود ما نؤخره إلا لأجل معدود يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد. فأما الذين شقوا ففي النار لهم فيها زفير وشهيق خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد. وأما الذين سعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 233 പേജ്, 12-ാം ജുസ്ഇലെ 233 പേജാണ് നമ്മൾ ഓതി വെച്ചത്. 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദിലെ 98 മുതൽ 108 വരെയുള്ള 11 ആയത്തുകൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അതേപോലെ ഫിർഔനിൻ്റെ ഒക്കെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിർഔൻ അവിവേകിയും തൻ്റെ ഇടമില്ലാത്തവനായിരുന്നു. അവൻ്റെ കൽപ്പനകളൊക്കെ അത്തരം കൽപ്പനകളായിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ പേജിൽ അവസാനമായി പറഞ്ഞു വെച്ചത്. അവൻ്റെയും അവൻ്റെ കൂടെ കൂടിയ ആളുകളുടെയും അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫിർഔൻ ഒപ്പമുള്ള ആളുകളെ വഴിപിഴപ്പിക്കാൻ ഇഹലോകത്ത് നേതൃത്വം വഹിച്ചിരുന്ന പോലെ പരലോകത്ത് വെച്ചുണ്ടാകുന്ന ശിക്ഷകളിലും അവൻ നേതൃത്വം വഹിക്കും. അവിടെയും അവൻ അവരുടെ മുമ്പിൽ തന്നെ ഉണ്ടാകും. അവരുടെ മുമ്പിൽ നടന്ന് അവൻ അവരെ നരകത്തിൽ കൊണ്ടു ചാടിക്കും എന്ന് സാരം. മുന്നും പിന്നും നോക്കാതെ നേതാക്കളെ അന്ധമായി അനുകരിച്ച് വേണ്ടാത്തരങ്ങളിൽ ചെന്ന് ചാടുന്ന ആളുകൾക്ക് പാഠമാണ് ഈ സംഭവം. അത്തരം ആളുകൾ ഇന്നുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. ഇന്ന് പലയിടത്തും കാണാം അത്തരം ആൾക്കാർ. നേതാവ് എന്തോ പറഞ്ഞു അതങ്ങനെ തന്നെ അല്ലേ. ദുനിയാവിൽ കൂടെ കൂടിയ ആളുകളെ തോന്നിവാസങ്ങളിലേക്ക് നയിക്കുന്ന ആളുകൾ പരലോകത്തും അവരെ നരകത്തിൽ കൊണ്ടുപോയി വീഴ്ത്തും എന്നതാണ്. അവര് ഇവിടെ മാത്രമല്ല പരലോകത്തും അവരെ നരകക്കുണ്ടിൽ നിന്ന് ചാടിക്കും എന്ന് മനസ്സിലാക്കി തരാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. ഫിർഔന്റെ അന്ത്യം അങ്ങനെയായിരുന്നല്ലോ. മുഅ്ജിസത്തിന്റെ ഭാഗമായി മൂസാ നബി അലൈഹി ഇസ്ലാം കടല് പിളർത്തി അതിലിറങ്ങി നടന്നപ്പോൾ അവിടെ എത്തിയ ഫിർഔൻ എന്ത് ചെയ്തു? ഇടം വലം നോക്കാതെ, ഒരു മിനിറ്റ് ചിന്തിക്കാതെ നേരെ വഴിക്കൽ ഇറങ്ങി.
അത് കണ്ട് ബാക്കിയുള്ള ആളുകളും കൂടെ ഇറങ്ങി. അവിടെ ഇറക്കി, കൂടെ എല്ലാ ആളുകളും ഇറക്കിയാണ്. അവസാനം എല്ലാ ആൾക്കാരും മുങ്ങി മരിക്കുക ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് പരലോകത്തുണ്ടാവുക. അവൻ്റെ നേതൃത്വത്തിൽ അനുയായികളെല്ലാവരും നരകത്തിൽ ചെന്ന് ചാടും. ഭൗതിക ലോകത്ത് സമൂഹത്തെ തിന്മയിലേക്ക് നയിച്ചതുപോലെ പരലോകത്ത് നരകത്തിലേക്ക് അവർ നയിക്കും. വളരെ ഭീഭത്സമായ സങ്കേതമാണ് നരകം എന്നും അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ നേതാക്കളുടെ പിന്നാലെ അന്ധമായി കൂടി ചെയ്യുന്ന തെറ്റുകൾക്കും വേണ്ടാത്തരങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന് അതിനെ ന്യായീകരിച്ച് ന്യായീകരണ തൊഴിലാളികളായി മാറി നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്ത് ചെയ്താലും ന്യായീകരിക്കും, എന്ത് തെറ്റ് ചെയ്താലും ആയിക്കോട്ടെ ന്യായീകരിച്ച് നടന്നോളൂ. ഈ ലോകത്ത് അവർ നിങ്ങളെ വഴിവെട്ടിക്കുന്നത് പോലെ നാളെ ആഖിറത്തിൽ നിങ്ങളെ നരകത്തിലേക്ക് അവർ കൊണ്ടുചാടിക്കാൻ മുന്നിലുണ്ടാവും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. 98-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹും النار ബിഅ്സൽ വിർദുൽ മൗറൂദ്. യഖ്ദുമു ആ ഫിർഔൻ മുന്നിലുണ്ടാവും. ഖൗമഹു തന്റെ സമൂഹത്തിന്റെ യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ അവൻ ആര്? ഫിർഔനെ കുറിച്ച് തൊട്ടുമുള്ള ആദ്യം നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞത്. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഫിർഔൻ അവന്റെ ജനതയുടെ മുമ്പിലുണ്ടായിരിക്കും. യഖ്ദുമു എന്ന് പറഞ്ഞാൽ മുമ്പിലുണ്ടായിരിക്കും എന്നർത്ഥം. എന്നിട്ടോ ഫൗറദഹുമുന്നാർ, അങ്ങനെ അവൻ നരകത്തിൽ ചാടിക്കും. അവരെ നരകത്തിൽ ചാടിക്കും. വബിഅ്സൽ വിർദുൽ മൗറൂദ്, അവരെത്തിപ്പെടുന്ന ആ താവളം മഹാമോശം തന്നെ. അവർ ചെന്ന് ചാടുന്ന ആ സ്ഥലം എത്ര മോശമാണ്. ആ പുനരുദ്ധാന നാളിൽ ഫിർഔൻ സ്വന്തം ജനതയുടെ മുൻപന്തിയിലുണ്ടാകും. അങ്ങനെ അവരെ നരകത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും. അവർ ചെന്ന് ചാടുന്ന ആ സ്ഥലം എത്ര മോശം സ്ഥലമാണ്. വിർദ്, മൗറൂദ്, ഔറദ അല്ലെ, ഏകദേശം ഒരേ പദങ്ങളിൽ നിന്ന് പോകുന്ന 3 പ്രയോഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉറൂദ് എന്ന മൂലപദത്തിൽ നിന്നാണ് ഇത് പോകുന്നത്. അതിന് ശരിക്കും അർത്ഥം വെള്ളം കുടിക്കാൻ വേണ്ടി വരിക എന്നാണ്. വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള വരവ്, ഇതാണ് അതിൻ്റെ വാക്കർത്ഥം, ശരിയായ ഭാഷാർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറാറുണ്ട്. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയും അല്ലാതെയുള്ള വരവിനും അത് ഉപയോഗിക്കപ്പെടാം. ഫിർഔൻ മുമ്പിലും അവൻ്റെ ആളുകൾ പിന്നിലുമായി വരുന്ന ആ വരവിനെ പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഒരു ആട്ടിടയൻ അയാളുടെ കൂടെയുള്ള ആടുകളെ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളെ തെളിക്കുന്ന ആളെ അയാളുടെ കൂടെയുള്ള മൃഗങ്ങളെ വെള്ളമുള്ളിടത്തേക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരൂരെ, ആ വരുന്നതിനോടാണ് ഇവിടെ അല്ലാഹു തആല ഫിർഔൻ തന്റെ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപമിക്കുന്നത്. ഫൗറദഹുമുന്നാർ, എന്നിട്ട് അവരെ ദാഹം തീർക്കാൻ വേണ്ടി നരകത്തിലേക്ക് കൊണ്ടുവരും. അത് കളിയാക്കി പറയണം. ഇടയൻ മൃഗങ്ങളെ കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ച് ദാഹം തീർക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഫിർഔൻ തൻ്റെ ആൾക്കാരെ വെള്ളത്തിനു പകരം നരകത്തിൽ കൊണ്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ഈ ഫിർഔനും കൂട്ടർക്കും എന്നും രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അന്ത്യനാളാകുമ്പോൾ അവരെ നരകത്തിൽ കടത്താൻ കൽപ്പനയുണ്ടാകുമെന്നും സൂറത്ത് ഗാഫിറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ വയൗമ തഖൂമു സഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. ഇപ്പോൾ അവർക്ക് എന്നും രാവിലെയും വൈകുന്നേരം നരകം അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ അവർ അതിലേക്ക് തള്ളിയിടുകയും ചെയ്യും. അൽ വിർദ് എന്ന് പറഞ്ഞാൽ ദുഖൂൽ, വരവ്, പ്രവേശനം എന്നൊക്കെയാണ് അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിൽ 4 പ്രയോഗങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ളത്. വിർദ് എന്ന് പ്രയോഗിച്ചത് 4 പ്രയോഗങ്ങളാണ്. അല്ലെങ്കിൽ ഇതുമാതിരി ബന്ധപ്പെട്ട പദങ്ങൾ 4 സ്ഥലത്താണ്. ഒന്ന് സൂറത്ത് ഹൂദിൽ വബിഅ്സൽ വിർദുൽ മൗറൂദ്, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത്. പിന്നെ സൂറത്ത് മറിയമിൽ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, അവിടെയും വിർദാണ്. നിങ്ങളെല്ലാവരും ആ നരകത്തെ കാണും, നരകത്തിൻ്റെ അടുത്ത് ചെല്ലുമെന്നാണ് എൻ്റെ അർത്ഥം. എല്ലാവരും നരകത്തിൻ്റെ അടുത്തേക്ക് എത്തും. സൂറത്ത് മറിയമിൽ തന്നെ 86-ാമത്തെ ആയത്ത് വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ, അവിടെയും വിർദ് എന്ന് പ്രയോഗിച്ചു. സൂറത്തുൽ അംബിയായിലുണ്ട് 98-ാമത്തെ ആയത്ത് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ, നിങ്ങളെല്ലാവരും അതിലേക്ക് വരും. ഈ വിർദ് ഇതുമായി ബന്ധപ്പെട്ട പദങ്ങൾ 4 സ്ഥലത്താണ് ഇങ്ങനെ പ്രയോഗിച്ചത് എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയാണ്, ഇതൊക്കെ പ്രവേശനങ്ങളാണ്, വരവുകളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാ നല്ല ആളുകളും മോശപ്പെട്ട ആളുകളും നരകത്തിൻ്റെ അടുത്തേക്ക് വരും.
എന്നിട്ട് അള്ളാഹു തആല നല്ലവരെ രക്ഷപ്പെടുത്തും. സുമ്മനുനജ്ജില്ലദീന തഖൗ, അവരതിലേക്ക് ചാടാതെ രക്ഷപ്പെടുത്തും, കാണിച്ചു കൊടുക്കുമെന്നാണ് സൂറത്ത് മറിയമിൽ പറഞ്ഞതുപോലെ. സുമ്മനുനജ്ജില്ലദീന തഖൗ വനദറു ളാലിമീന ഫീഹാ ജസിയ. 99-ാമത്തെ ആയത്ത് നോക്കും. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ശാപത്തോടെയാണ്. ആര്? ഫിർഔനും സംഘവുമൊക്കെ. ആ ശാപം അവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് ഇനി പറയുന്നത്. അങ്ങനെ ഖിയാമത്ത് നാളിലും അവർക്ക് ശാപം തന്നെയാണ് ഉണ്ടാവുക എന്ന് ചുരുക്കം. ഈ ഭൗതിക ലോകത്ത് അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ സത്യവിശ്വാസികളും അവനെ ശപിക്കും. അള്ളാഹുവിൻ്റെ മലക്കുകളെയും ശാപങ്ങളും നിരന്തരം ഉണ്ടാകും. ഈ ശാപവും അവസാനം അവർ ചെന്നു ചാടുന്ന നരകവും ഒക്കെ എത്ര ദുഷിച്ചതാണ്, അതാണ് ഇനി പറയുന്നത്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഉത്ബിഉ ഫീ ഹാദിഹി ലഅനതൻ വയൗമൽ ഖിയാമ ബിഅ്സർ റിഫ്ദുൽ മർഫൂദ്. വഉത്ബിഉ, അവർ പിന്തുടർത്തപ്പെട്ടു, ഫീ ഹാദിഹി, ഇഹലോകത്ത്, ലഅനതൻ, ശാപം, വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും. അപ്പോൾ ഇഹലോകത്തും ഖിയാമത്ത് നാളിലും ശാപം അവരെ പിന്തുടരും എന്നർത്ഥം. ബിഅ്സർ റിഫ്ദുൽ മർഫൂദ്, അവർക്ക് നൽകപ്പെടുന്ന ആ സഹായം എത്ര മോശമാണ്. ബിഅ്സ, എത്ര മോശമാണ്. അർ-റിഫ്ദു, ആ സഹായം അല്ലെങ്കിൽ ആ സമ്മാനം. അൽ മർഫൂദ്, അവർക്ക് നൽകപ്പെടുന്ന സഹായമായി, സമ്മാനമായി അവർക്ക് നൽകപ്പെടുന്ന നരകം എന്ന ആ സഹായം, ആ സമ്മാനം എത്ര മോശമാണ്, എത്ര ഹീനമാണ്. നൽകപ്പെടുന്ന സഹായം എന്ന് പറഞ്ഞത് അർ-റിഫ്ദുൽ മർഫൂദ്, അത് അവർ അധിക്ഷേപിച്ച് പറയുകയാണ്, കളിയാക്കി പറഞ്ഞതാണ്, അവഹേളിച്ച് പറഞ്ഞതാണ്. നരകത്തിൽ നിന്ന് അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകം സമ്മാനമാണോ? പക്ഷെ അവർക്ക് കിട്ടാൻ പോണ സമ്മാനം അതാണ്, അവർക്ക് കിട്ടാൻ പോണ സഹായം അതാണ്. റിഫ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കും സഹായം എന്നർത്ഥം. അൽ ഔൻ, റിഫ്ദിന്റെ അസ്ല് അർത്ഥം എന്താണ്? അൽ ഔൻ, സഹായം. എന്നാൽ ഇവിടെ അവർക്ക് അവിടെ അവസാനമായി ചെന്നെത്തേണ്ട ആ ഒരു ഘട്ടം നരകം എന്നർത്ഥം, നരകം എന്ന ആശയം. അത് അവരങ്ങനെ കുത്തി പറയാന്ന് പറയില്ല, നമ്മൾ അവരെ പരിഹസിച്ചുകൊണ്ട് പറയണം, നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം ഇതാണ്, നിങ്ങൾക്ക് തരാനുള്ള സഹായം ഈ നരകമാണ്. ബീസ്, അത് എത്ര മോശമാണ്. 100-ാമത്തെ ആയത്ത് നോക്കൂ. പ്രധാനപ്പെട്ട ചില പ്രവാചകന്മാരുടെയും ജനസമൂഹങ്ങളുടെയും ചരിത്രങ്ങൾ ഉദ്ധരിച്ച് സത്യനിഷേധികളായ ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു ഇതുവരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ചെയ്തത്. ഇനി ഇതുവരെ പറഞ്ഞ ആ ചരിത്ര സംഭവങ്ങളൊക്കെ മുൻനിർത്തി അള്ളാഹു തആല പറയുന്നത് എന്താണെന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞ കാല സമൂഹങ്ങളുടെ ചരിത്ര സംഭവങ്ങളാണ്. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് നാം അതെല്ലാം വഹയിലൂടെ അറിയിച്ചു തരികയാണ്. ഈ ഉദ്ധരിക്കപ്പെട്ട ചരിത്രങ്ങളുടെ സാധുത ചോദ്യം ചെയ്യാനോ സംശയിക്കാനോ ഒന്നും സത്യനിഷേധികൾക്കാവില്ല, സംശയിക്കാൻ പോലും അവർക്കാവില്ല. അപ്പൊ പിന്നെ ഇത്രമാത്രം സത്യസന്ധമായ ഖുർആനിൽ വിശ്വസിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലേ? ഒരു കളവുമില്ലാത്ത സത്യസന്ധതയിൽ സംശയിക്കാൻ പോലും ആവാതെ ഇത്തരം സംഭവങ്ങൾ കൃത്യമായി പറഞ്ഞു തരുമ്പോൾ ആ ഖുർആനിൽ വിശ്വസിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതാണ് അല്ലാഹു തആല വ്യംഗ്യമായി ഈ മുശ്രിക്കുകൾ ഉണർത്തുന്നത്. ഇനി നിങ്ങളതിന് തയ്യാറായില്ല എന്ന് വെക്കുക, നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. നേരത്തെ പറഞ്ഞ സമൂഹങ്ങൾ നേരിടേണ്ടി വന്ന ദുര്യോഗങ്ങളും ശിക്ഷകളും നിങ്ങളും നേരിടേണ്ടി വരും. ഇതൊക്കെയാണ് അല്ലാഹു തആല മക്കയിലെ മുശ്രിക്കുകളെ ഉത്ബോധിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പൊതുശിക്ഷകൾക്ക് വിധേയമായ രാജ്യങ്ങളിൽ ചിലത് പാടെ നശിച്ചു പോകാതെ നിലനിൽക്കുന്നുണ്ട്, മറ്റു ചിലത് കൊയ്തെടുക്കപ്പെട്ട വിളകൾ പോലെ നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ സമൂഹങ്ങളുടെ പലരുടെയും ബാക്കി പത്രങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ പല സ്ഥലത്തും അന്നുണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളുള്ള കാലത്ത് ഇന്നും ചില അവശിഷ്ടങ്ങളുണ്ടല്ലോ, പല സ്ഥലത്തും മദായിൻ സ്വാലിഹ് പോലെ പല സ്ഥലങ്ങളിലൊക്കെ കാണാം. അപ്പോൾ അതാണ് അവരോട് പറയുന്നത്, ചിലത് ഇന്നും അവശേഷിക്കുന്നുണ്ട്, ചിലത് ഒരു അടയാളം ബാക്കി വെക്കാതെ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു പോയവയും ഉണ്ട്. നോക്കൂ 100-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك من أنباء القرى نقصه عليك منها قائم وحصيد. ذلك, ഈ പറഞ്ഞതെല്ലാം, അതെല്ലാം എന്നർത്ഥം എന്നാൽ ഈ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം മിൻ അംബാഇൽ ഖുറ, വ്യത്യസ്ത നാടുകളുടെ വൃത്താന്തങ്ങളിൽ ചിലതാണ്. മിൻ അംബാഇ, വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്, വർത്തമാനങ്ങളിൽപ്പെട്ടതാണ്. ഖുറ, ചില നാടുകളുടെ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. നഖുസുഹു അലൈക, അത് നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു. വഹി മുഖേന അങ്ങനെ വിവരിച്ചു തരികയാണെന്നർത്ഥം. നഖുസുഹു, നാം താങ്കൾക്ക് അത് വിവരിച്ചു തരികയാണ്. ഇതൊക്കെ നാടുകളുടെ ചരിത്രങ്ങളാണ്, വർത്തമാനങ്ങളാണ്. മിൻഹ, ആ നാടുകളിൽ ചിലത്, ഖായിമുൻ, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. വഹസീദുൻ,
മറ്റു ചിലത് നിശേഷം ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലത് നിശേഷം നശിപ്പിക്കപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ നാടുകളിൽ ചിലത് കായ്മൻ ഇപ്പോഴും നിലവിലുണ്ട്. വഹസീദുൻ ചിലത് പറ്റ നശിപ്പിക്കപ്പെട്ടു വരുന്ന ഒരു അടയാളം ബാക്കി വെക്കാതെ. 102-ാമത്തെ ആയത്ത് നോക്കൂ. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പലവിധ ശിക്ഷകളിലൂടെ നിഷേധികളെ ഉന്മൂലനം ചെയ്തത് അള്ളാഹു അവരുടെ അതിക്രമം കാണിച്ചതല്ല എന്നാണ് ഇനി പറയുന്നത്. അങ്ങനെ ചിലപ്പോൾ തോന്നാലോ, അള്ളാഹു വല്ലാത്ത ദുൽമാണ് അവരോട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. അള്ളാഹു അവരോട് ദുൽമ ചെയ്തിട്ടില്ല. അവർ ഓരോരുത്തരും സ്വന്തത്തോട് തന്നെയാണ് അക്രമം കാണിച്ചത്. അതിൻ്റെ ഫലമാണ് അവർ നേരിടേണ്ടി വന്നത്. ബഹുദൈവങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു അവരെല്ലാവരും. പ്രവാചകന്മാർ അവരോട് ശരിക്ക് പറഞ്ഞു കൊടുത്തു, അത് വിവരമില്ലായ്മയാണ്, ബുദ്ധിശൂന്യതയാണ്, നിങ്ങൾ ചെയ്യരുത്. ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയാണ് അവയെന്ന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവർ കേട്ടില്ല. എന്നിട്ടോ ശിക്ഷ വന്നപ്പോൾ ഈ അനുയായികളെ സഹായിക്കാൻ ഈ ബിംബങ്ങൾക്കോ ദൈവങ്ങൾക്കോ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. കല്ലുകൊണ്ടുണ്ടാക്കിയ മറ്റു മരത്തടികൾ പോലെയുള്ള കൊത്തിയുണ്ടാക്കിയ നിർജീവ വസ്തുക്കൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? അപ്പോൾ ശിക്ഷ വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമായി അവരാരാധിച്ചിരുന്നതും അവരെ സഹായിക്കാൻ വരുന്നില്ല എന്ന്. അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അവരുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് അവർ വല്ലാതെ ദുഃഖിച്ചു. പക്ഷെ എന്തു ഫലം? ഖേദിത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഖേദിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു തആല പറയുകയാണ്. നോക്കാം 101-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ളലംനാഹും വലാകിൻ ളലമൂ അൻഫുസഹും فما أغنت عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب وما ظلمناهم നമ്മൾ അവർ ആക്രമിച്ചിട്ടില്ല. വലാകിൻ ളലമൂ അൻഫുസഹും അവരുടെ സ്വന്തത്തോട് തന്നെ അതിക്രമം കാണിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നശിപ്പിച്ചതും നമ്മൾ അവരുടെ അതിക്രമം കാണിച്ചത് കൊണ്ടല്ല, അവരുടെ സ്വന്തത്തോടെ തന്നെ അതിക്രമം കാണിച്ചത്. അങ്ങനെ ശിക്ഷ വന്നപ്പോഴോ ഫമാ അഗ്നത് അൻഹും അവർക്കൊരു ഉപകാരവും ചെയ്തില്ല. ആലിഹത്തുഹും അവരുടെ ഇലാഹുകൾ, ഫമാ അഗ്നത് അൻഹും അവർക്ക് ഉപകാരപ്പെട്ടില്ല. ആലിഹത്തുഹും അവരുടെ ആരാധ്യരായ ബഹുദൈവങ്ങൾ, അല്ലതീ യദ്ഊന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ അവർ ആരാധിച്ചു വന്നുകൊണ്ടിരുന്ന ആലിഹത്തുകൾ, മിൻ ഷൈഇൻ ഒരു കാര്യത്തിന് ഉപകാരപ്പെട്ടില്ല. ലമ്മാ ജാഅ അംറു റബ്ബിക് താങ്കളുടെ നാഥന്റെ കൽപ്പന വന്നപ്പോൾ, അതായത് ശിക്ഷയുടെ കൽപ്പന, ഉന്മൂലന ഉത്തരവ് വന്നപ്പോൾ അവരിതുവരെ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്ന ഏതൊക്കെ ബിംബങ്ങളുണ്ടോ ദൈവങ്ങളുണ്ടോ ആ ദൈവങ്ങളൊന്നും മിൻ ഷൈഇൻ ഒരു കാര്യത്തിനും അവർക്ക് ഉപകരിച്ചില്ല. ഫമാ അഗ്നത് അൻഹും മിൻ ഷൈഇൻ അവർക്ക് ഒരു തരു ഉപകാരപ്പെട്ടില്ല എന്നർത്ഥം. എന്താണ് ഉപകാരപ്പെടായിരുന്നത്? ആലിഹത്തും അവരുടെ ആലിഹത്തുകൾ. ആ ആലിഹത്തുകളെയാണ് അല്ലത്തി യദ്ഊന മിൻ ദൂനി അവരിതുവരെ ആരാധിച്ചു കൊണ്ട് വന്നിരുന്ന അള്ളാഹുവിനെ കൂടാതെ അങ്ങനെ ആരാധിച്ചിരുന്ന ആ ബഹുദൈവങ്ങൾ മിൻ ഷൈഇൻ അവർക്ക് ഒരു തരിമ്പ് പോലും ഉപകാരം ചെയ്തില്ല. പിന്നെയോ വമാ സാദൂഹും ഗൈറ തത്ബീബ് അവർക്ക് അവ കൂടുതൽ നാശം വരുത്തുക മാത്രമേ ചെയ്തുള്ളൂ. ഉപകാരം ചെയ്തില്ല എന്ന് മാത്രമല്ല, കൂടുതൽ നാശത്തിലേക്ക് അവർ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അവർക്ക് കൂടുതൽ നാശം വരുത്തി വെക്കുകയാണ് ആ ബിംബങ്ങൾ ചെയ്തത്. വമാ സാദൂഹും ആ ബിംബങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചില്ല. ഗൈറ തത്ബീബിൻ നാശമല്ലാതെ. തത്ബീബ് എന്ന് പറഞ്ഞാൽ തഖ്സീർ, അവരെ കൂടുതൽ പരാജയത്തിലേക്ക് എത്തിക്കുക എന്നതല്ലാതെ ആ ബിംബങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വമാ സാദൂഹും ഗൈറ തത്ബീബ് അവർക്ക് കൂടുതൽ നഷ്ടം വരുത്തുക മാത്രമാണ് അവർ ചെയ്തത് എന്നർത്ഥം. 102-ാമത്തെ ആയത്ത് നോക്കൂ. മുമ്പ് കഴിഞ്ഞു പോയ പല സമൂഹങ്ങളെയും അവരുടെ നാടുകളെയും നശിപ്പിച്ച ചരിത്രമാണ് ഇതുവരെ പറഞ്ഞത്. സർവശക്തനായ അള്ളാഹു ഏത് സമൂഹത്തെയും നാടിനെയും ശിക്ഷിക്കുമ്പോഴും ഇതുതന്നെയായിരിക്കും അവസ്ഥ. അള്ളാഹു ക്രൂരനാണെന്നോ കാരുണ്യമില്ലാത്തവനാണെന്നോ ഒന്നും ഇതുകൊണ്ട് പറയാനാവില്ല. കാരണം എന്താ? ഇതുവരെ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ കണ്ട പോലെ വളരെ അവധാനതയോടെ സാവധാനത്തോടെ മാത്രമേ പ്രവാചകന്മാർ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളൂ. സമയമെടുത്തിട്ടാണ് അവർ സമൂഹത്തെ ഉപദേശിച്ചത്. അതുപോലെ തന്നെ ആദ്യമേ നുബുവത്തിന് മുമ്പ് തന്നെ ജനങ്ങളുടെ അംഗീകാരം വിശ്വാസവുമൊക്കെ നേടിയിരിക്കും ആ പ്രവാചകന്മാർ. നുബുവത്തിന് ശേഷം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളോ വളരെ നല്ല സിദ്ധാന്തങ്ങളും നിയമങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല ജനങ്ങൾക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടി അത്ഭുതമായ ദൃഷ്ടാന്തങ്ങളും മറ്റൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ഒറ്റ പ്രാവശ്യമല്ല, പലവട്ടം അവർ ഉപദേശിക്കും, പലവട്ടം സൗമ്യതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും.
അങ്ങനെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുക. അവൻ്റെ അന്ത്യശാസനവും കൂടി നൽകും. ഇതാ ശിക്ഷ വരാൻ പോകുന്നുണ്ടോ എന്നും പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇത്രമാത്രം സമയമെടുത്ത കാര്യങ്ങൾ ചെയ്തിട്ടും സത്യം അംഗീകരിക്കാത്ത ആളുകളെ, ധിക്കാരം തുടരുന്ന ആളുകളെ, ശിക്ഷ കൊണ്ടുപോവാ ഇങ്ങോട്ട് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുകയല്ലാതെ പിന്നെന്താ ചെയ്യുക? അപ്പോൾ അള്ളാഹു തആല ദുൽമ ചെയ്തിട്ടല്ല, അത് അള്ളാഹു റഹ്മത്തുള്ള ആളാഞ്ഞിട്ടല്ല, അത് അള്ളാഹു കാരുണ്യവാൻ തന്നെയാണ്. പക്ഷെ ഇവർ ഈ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ശിക്ഷ വന്നെത്തി കഴിഞ്ഞാലോ പിന്നെ അത് വളരെ ഗുരുതരമായിരിക്കും. അതും അള്ളാഹു തആല അടുത്ത ആയത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. നോക്കൂ, 102-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇന്ന അഖദഹു അലീമുൻ ശദീദ്. വകദാലിക, അപ്രകാരമാണ് അഖ്ദു റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൻ്റെ പിടുത്തമുണ്ടാവുക. ഇദാ അഖദൽ ഖുറാ, അള്ളാഹു സമൂഹങ്ങളെ, നാടുകളെ പിടിച്ചാൽ, വഹിയ ളാലിമത്തുൻ, അത് അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പം നാടുകൾ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ താങ്കളുടെ രക്ഷിതാവ് അവയെ ശിക്ഷിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക, അങ്ങനെ തന്നെയാണ് ശിക്ഷിക്കുക. വകദാലിക, അങ്ങനെ തന്നെയാണ് ശിക്ഷിക്കുക, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്തുണ്ടാവുക? അഖ്ദു റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൻ്റെ ശിക്ഷ. ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ, അക്രമികളായ ഒരു സമൂഹത്തെ, ഒരു നാടിനെ അല്ലാഹു തആല പിടികൂടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്. ഇന്ന അഖ്ദഹു, തീർച്ചയായും അള്ളാഹുവിൻ്റെ പിടുത്തം, അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നർത്ഥം. അലീമുൻ, വളരെ വേദനാജനകമാണ്. ഷദീദുൻ, വളരെ കഠിനം തന്നെയാണ്. നേരത്തെ കണ്ടതുപോലെ ശിക്ഷിക്കാൻ ഒരുങ്ങിയാൽ പിന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ആളുകൾ ബോധവാന്മാരാവണമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു തആല ചിലപ്പോൾ പെട്ടെന്ന് ശിക്ഷ കൊടുക്കാതെ കാലതാമസം കൊടുത്തേക്കും. പെട്ടെന്നാണ് പിടികൂടൂല. എന്നാൽ അങ്ങനെ വിട്ടുവിട്ട് അവസാനമാണ് പിടിച്ചാലോ ആ പിടി പിന്നെ വിട്ടുകൊടുക്കുകയും ഇല്ല. ഇതും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറഞ്ഞ ഈ 102-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. ശരി, ഇനി നമുക്ക് 103-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ 7 പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓരോന്നും വളരെ ശ്രദ്ധേയമാണ്. ആ ചരിത്രങ്ങളിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വലിയ പാഠങ്ങളുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാർ എത്ര സ്നേഹത്തോടെയാണ്, ഗുണകാംക്ഷയോടുകൂടിയാണ്, ഇടതടവില്ലാതെ നീണ്ടകാലം ദഅവത്ത് നടത്തിയത്. പക്ഷെ ആളുകൾ ധിക്കാരമാണ് കാണിച്ചത്, അഹങ്കാരമാണ് കാണിച്ചത്. പ്രവാചകന്മാരെ വ്യാജന്മാരാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി, അവഹേളിച്ചു, പരിഹസിച്ചു, കളിയാക്കി, ബുദ്ധിമുട്ടിച്ചു, ഭീഷണിപ്പെടുത്തി, കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു. ഫലമോ കഠോരമായ ശിക്ഷകൾ വഴി ഉന്മൂലനം ചെയ്യപ്പെട്ടു. മനുഷ്യ സമൂഹം ഇത് ശരിക്കും ചിന്തിക്കണം. അവർക്ക് ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. പരലോകം എന്ന് പറയുന്നത്, അന്ത്യനാൾ എന്ന് പറയുന്നത് ഭയാനകമായ ഒരു ഘട്ടമാണ്. അവിടെ എല്ലാ മനുഷ്യരും ഹാജരാക്കപ്പെടുന്ന സമയമാണ്. ലോക ആരംഭം മുതൽ അവസാനം വരെ ജീവിച്ചു മരിച്ച മുഴുവൻ മനുഷ്യരും അവിടെ സമ്മേളിക്കും. ഇതൊക്കെയാണ് 103-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ദാലിക ലആയതൻ ലിമൻ ഖാഫ അദാബൽ ആഖിറ ذلك يوم مجموع له الناس وذلك يوم مشهود. ഇന്ന ഫീ ദാലിക, മേൽപ്പറഞ്ഞ ചരിത്രങ്ങളെല്ലാം തീർച്ചയായും ഉണ്ട്. ലആയ, ദൃഷ്ടാന്തങ്ങളുണ്ട്. മേൽപ്പറഞ്ഞ സംഭവങ്ങളിലെല്ലാം തീർച്ചയായും ആയത്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിമൻ ഖാഫ അദാബൽ ആഖിറ, പരലോക ശിക്ഷയെ പേടിക്കുന്ന ആളുകൾക്ക്. അല്ലാത്തവർക്ക് എന്ത്? ചാത്തപ്പനത് മഹ്ശറ എന്ന് പറഞ്ഞ പോലെ പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ, പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഉറപ്പായ ശിക്ഷയെ പേടിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന സംഗതികളിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ദാലിക, ആ പരലോകം എന്താണ്? ആ യൗമുൽ ആഖിറ, ആ അദാബുൽ ആഖിറ എന്താണ്? അല്ലെങ്കിൽ പരലോക അന്ത്യനാളിന്റെ അവസ്ഥ എന്താണ്? ദാലിക, അത്, അല്ലെങ്കിൽ അന്ന്. യൗമുൻ, അതൊരു ദിവസമാണ്. മജ്മൂഉൻ ലഹുന്നാസ്, സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന. യൗമുൻ, അതൊരു ദിവസമാണ്. മജ്മൂഉൻ ലഹു, ആ ദിവസത്തിൽ സംഗമിക്കപ്പെടും, സമ്മേളിപ്പിക്കപ്പെടും. അന്നാസ്, ജനങ്ങളെല്ലാവരും. വദാലിക, ആ ദിവസം. യൗമുൻ മശ്ഹൂദ്, എല്ലാ സൃഷ്ടികളും ഹാജരാക്കപ്പെടുന്ന ദിവസവുമാണ്. അന്ന് സർവരും മശ്ഹൂദീങ്ങളാവുന്ന ദിവസമാണെന്ന് പറഞ്ഞാൽ സർവരും സന്നിഹിതരാകുന്ന ദിവസമാണ്. ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുന്നാസ്, സകല മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിനമാണത്.
വദാലിക യൗമുൻ മശ്ഹൂദ്, എല്ലാ സൃഷ്ടികളും ഹാജരാക്കപ്പെടുന്ന ദിവസവും. യൗമുൻ മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടുന്ന നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, നല്ലവരും അല്ലാത്തവരും എല്ലാവരും മഹ്ശറിൽ സമ്മേളിക്കും. ഖബറുകളിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെട്ട ശേഷം ആ മഹ്ശറയിലേക്കാണ് എല്ലാവരും തെളിക്കപ്പെടുക. നല്ല മനുഷ്യരാ കൂട്ടത്തിലുണ്ടാവും, തെമ്മാടികളുണ്ടാവും, എല്ലാവരും അവിടെ ഹാജരാകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഈ ആയത്തിന് തഫ്സീർ ചെയ്തത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഗുരുതരമായ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കുറ്റവാളികൾ കൃത്യമായി ബോധ്യപ്പെടും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഓടുമ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെടുന്ന, കാരണം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന മഹ്ശറിലേക്ക് പോകുന്ന പോക്ക് തന്നെ അങ്ങനെയാണ്, ബേജാറായും കൊണ്ടുള്ള പോക്കാണ്. എല്ലാവർക്കും കാര്യം തിരിയും. ആ സമയത്ത് കുടുങ്ങാൻ പോവുകയാണെന്നുള്ളത് എല്ലാ കുറ്റവാളികൾക്കും ബോധ്യമാവും. എന്നാൽ ഞാൻ അത് കുടുങ്ങാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടാവുമോ? വഴിയിലെവിടെയെങ്കിലും തങ്ങി നിൽക്കാനോ രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി ആ മഹ്ശറയിലേക്ക് വരാതിരിക്കാനോ ആർക്കും കഴിയില്ല. യാ അല്ലാഹ്, അതാണ് യൗമുൻ മശ്ഹൂദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ എന്തായാലും സമ്മേളിക്കുക തന്നെ ചെയ്യണം, ഹാജരാകുക തന്നെ ചെയ്യേണ്ടി വരും. അവിടെ ഹാജരാകുക തന്നെ ചെയ്യേണ്ടി വരും. രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് ആ രംഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യൗമുൻ മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ യൗമുൻ തശ്ഹദുഹുൽ ഖലായിഖു ലാ യതഖല്ലഫു മിൻഹും അഹദുൻ, ഒരാൾക്കും മാറി നിൽക്കാൻ കഴിയില്ല. 104-ാമത്തെ ആയത്ത് നോക്കൂ. ഈ അന്ത്യനാൾ നിശ്ചിത സമയം തന്നെ സംഭവിക്കും, അതൊരിക്കലും പിന്തിക്കപ്പെടുകയേ ഇല്ല എന്നാണ് ഇനി പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. വമാ നുഅഖിറുഹു, നാം അതിനെ പിന്തിപ്പിക്കുകയില്ല, ഇല്ലാ ലിഅജലിൻ മഅദൂദ്, ഒരു നിശ്ചിത അവധിക്ക് അല്ലാതെ, ഒരു നിശ്ചിത അവധി വരെയല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് നടക്കുക തന്നെ ചെയ്യും. ഒരു നിശ്ചിത അവധി വരെ മാത്രമേ നാം ആ ദിവസത്തെ പിന്തിച്ചു നിർത്തുകയുള്ളൂ. 105-ാമത്തെ ആയത്ത് നോക്കൂ. ഇനി അല്ലാഹു തആല മഹ്ശറ ദിവസത്തിൻ്റെ അവസ്ഥ വിവരിക്കുകയാണ്. ദുനിയാവിലെ അഹങ്കാരവും ആർപ്പുവിളികളുമായി പല വേഷങ്ങളിലും പല ഭൂഷാദികളിലും രംഗത്ത് വന്ന ആളുകൾ, മന്ത്രിമാരുണ്ട്, രാജാക്കളുണ്ട്, ചക്രവർത്തിമാരുണ്ട്, സ്വേച്ഛാധിപതികളായി വാണ ആളുകളുണ്ട്, അഹങ്കരിച്ച ധിക്കരിച്ച മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, ദുനിയാവിൽ നിന്ന് ആരെയും വകവെക്കാതെ നടന്നിരുന്ന ആളുകൾ. ഇപ്പോഴിതാ അവരെല്ലാവരും പഞ്ചപുച്ഛമടക്കി മഹ്ശറയിൽ നിൽക്കുകയാണ്. ജനകോടികളുടെ കൂട്ടത്തിൽ അവരുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. സർവ്വ ആളുകളും പേടിച്ചരണ്ട് നിശബ്ദരായി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. ലിമനൽ മുൽക്കുൽ യൗം, ഇന്നത്തെ രാജാധിപത്യം ആർക്കാണ്? ദുനിയാവിൽ നിങ്ങൾ കുറേ ആൾക്കാർ രാജാവാണ്, പ്രസിഡന്റാണ്, പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നില്ലേ? ഇന്നത്തെ മുൽക്ക് ആർക്കാണ്? ഇന്നത്തെ അധികാരം ആർക്കാണ്? ആരും ഒന്നും പറയില്ല, ആരും മിണ്ടാൻ ധൈര്യപ്പെടില്ല. അള്ളാഹു തന്നെ ഒരു മറുപടിയായി വിളംബരം ചെയ്യപ്പെടും. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്ന് അള്ളാഹുവിന് മാത്രം അധികാരം. എന്തായിരിക്കും അറിഞ്ഞാലേ വല്ലാത്തൊരു ചോദ്യമാണത്. ലിമനൽ മുൽക്കുൽ യൗം, ഉഗ്രൻ ചോദ്യമാണ്. സൂറത്ത് ഗാഫിറിൽ 16-ാമത്തെ ആയത്തിലാണ് അള്ളാഹു തആല പറയുന്നത്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഒരാളും ഒരു മനുഷ്യനും മറുപടി പറയാൻ ധൈര്യപ്പെടില്ല. അതാണ് 105-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. യൗമ യഅതി, അത് ആസന്നമാവുന്ന ദിവസം, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസം, എല്ലാവരും മശ്ഹൂദീങ്ങളായി മഹ്ശറയിലേക്ക് വരുന്ന ദിവസം. ലാ തകല്ലമു നഫ്സുൻ, ഒരാളും സംസാരിക്കുന്നതല്ല, ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതത്തോടെയല്ലാതെ. അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ഒരാൾക്കും അന്ന് അവിടെ മിണ്ടാൻ കഴിയില്ല. അത്രയും ഭീകരമായ ദിവസമാണത്. അതാണ് യൗമ യഅതി, അത് വരുന്ന ദിവസം ആർക്കും മിണ്ടാൻ കഴിയാത്തതായിരിക്കും. അങ്ങനെ മഹ്ശറയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമായി. ഫമിൻഹും ശഖിയ്യുൻ വസഈദ്, ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് ശഖിയ്യുൻ, നിർഭാഗ്യവന്മാരായ ആളുകളുണ്ട്, വസഈദുൻ, സൗഭാഗ്യവന്മാരായ ആളുകളുമുണ്ട്, പരാജിതരായ ആളുകളും വിജയിച്ച ആളുകളുമുണ്ട്. 103-ാമത്തെ ആയത്തിൽ ഖിയാമത്ത് നാളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഖിയാമത്ത് നാൾ എത്രമാത്രം കാഠിന്യതരമായിരിക്കും എന്നാണ് 105-ൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ആ ദിവസം? സർവ്വ മനുഷ്യരും ഹാജരാകുന്ന ദിവസം. ഈ ഒരൊറ്റ വിശേഷണം തന്നെ മതി ആ ദിവസത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ. യൗമുൻ മശ്ഹൂദ് അല്ലെങ്കിൽ മജ്മൂഉൻ ലഹുന്നാസ്, എല്ലാവരും വരുന്ന ദിവസം, ഒരുമിച്ച് കൂടുന്ന ദിവസം. ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കാണാറുണ്ട്.
അത് ഒന്നുകിൽ ഒരു രാജ്യത്തിനകത്തുള്ള, ഒരു സംസ്ഥാനത്തിനകത്തുള്ള, അല്ലെങ്കിൽ ഒരു ജില്ലക്കകത്തുള്ള ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവൂ, അല്ലേ? പരലോകത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. മനുഷ്യനായി ഭൂമുഖത്ത് പിറന്ന എല്ലാവരും അവിടെ ഉണ്ടാവും. അതിൽ വർണ്ണവ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, ഭാഷ ദേശ വ്യത്യാസങ്ങളില്ലാതെ ചുട്ടുപൊള്ളുന്ന സൂര്യന് താഴെ മുഴുവൻ ആളുകളും അപകടം മുന്നിൽ കണ്ടു നിൽക്കുന്ന ആളുകളാണ്, മുഅ്മിനുകളെ ആളുകൾ ഒഴികെ. ആ സമയത്ത് ഒരക്ഷരം പറയാൻ ആരും തയ്യാറാകില്ല. മനുഷ്യന് കഴിയില്ല. അള്ളാഹുവിൻ്റെ സംതൃപ്തിയും സന്തോഷം ലഭിച്ച, സമ്മതവും ലഭിച്ച ആൾക്ക് മാത്രമേ എന്തെങ്കിലും മിണ്ടാൻ കഴിയും. അടുത്ത ആയത്ത് നോക്കൂ, 106, 107, 108 ആയത്ത്. വിജയികൾ, പരാജിതർ എന്നീ രണ്ട് വിഭാഗമായിരിക്കും അന്ന് ആളുകൾ എന്ന് പറഞ്ഞല്ലോ. ശഖിയ്യും വസഈദ്. ഭാഗ്യവാന്മാർ, നിർഭാഗ്യവാന്മാർ എന്നിങ്ങനെ രണ്ട് വിഭാഗം. അവരെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു വിഭാഗം സ്വർഗത്തിലും മറ്റേ വിഭാഗം നരകത്തിലുമായിരിക്കും എന്നാണ് സൂറത്തു ശൂറയിൽ 7-ാം ആയത്തിൽ അല്ലാഹു തആല ഇവരെക്കുറിച്ച് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ് സഈർ. സൂറത്തു ശൂറ 7-ാമത്തെ. നിർഭാഗ്യവാന്മാർ നരകത്തിൽ കടക്കും, സത്യനിഷേധികൾ സ്വർഗത്തിലും കടക്കും. ആ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളിലെ പാപികളായ ആളുകളും ഉണ്ടാകും. അല്ലാഹു തആല ഇനി പറയുന്നുണ്ട്. 106 മുതലുള്ള ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما الذين شقوا ففي النار لهم فيها زفير وشهيق خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد وأما الذين سعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ فأما الذين شقوا. അപ്പോൾ നിർഭാഗ്യവാന്മാരായ ആളുകൾ ഫഫിന്നാരി, അവർ നരകത്തിലായിരിക്കും. ലഹും, അവർക്കുണ്ട്, ഫീഹ, ആ നരകത്തിൽ, സഫീറുൻ, നെടുനിശ്വാസമുണ്ട്, വശഹീഖുൻ, തേങ്ങിക്കരച്ചിലുമുണ്ട്. അപ്പോൾ പരാജിതരായ ആളുകൾ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞ് നരകത്തിൽ അവർ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ലഹും ഫീഹ സഫീറുൻ. സഫീർ എന്ന് പറഞ്ഞാൽ നെടുനിശ്വാസം, ഷഹീഖ് എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരച്ചിൽ. അവരതിൻ്റെ നരകത്തിൽ കടന്നിട്ട് ഇങ്ങനെ നെടുനിശ്വാസം വിട്ടുകൊണ്ടിരിക്കും, കരയുന്ന ആളുകളായിരിക്കും എന്നർത്ഥം. ഖാലിദീന ഫീഹ, ആ നരകത്തിൽ അവർ ശാശ്വതരായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഖാലിദീന ഫീഹ, ആ നരകത്തിൽ അവർ എന്നെന്നും താമസിക്കുന്ന ആളുകളാണ്. മാദാമത്തി സമാവാതു വൽ അർദു, ആകാശഭൂമികൾ ഉള്ള കാലം അത്രയും അവർ ആ നരകത്തിൽ തന്നെ താമസിക്കുന്ന ആളുകളാണ്. ഇല്ലാ മാ ഷാ റബ്ബുക്, താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ. എന്ന് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന്. ഇന്ന റബ്ബക, നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവ്, ഫഅാലുൻ, ചെയ്യുന്നവൻ തന്നെയാണ്, ലിമാ യുരീദ്, അവൻ ഉദ്ദേശിച്ചത്. താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും പ്രവർത്തിക്കുന്നവനാണ് താങ്കളുടെ രക്ഷിതാവ്. ഇനി നോക്കൂ, ഫഅമ്മല്ലദീന സുഇദു വഅമ്മല്ലദീന സുഇദു, അപ്പോൾ സൗഭാഗ്യം ചെയ്ത ആളുകൾ, സൗഭാഗ്യന്മാരായ ആളുകൾ, ഫഫിൽ ജന്നതി, അവർ സ്വർഗത്തിലാണ്. ഖാലിദീന ഫിഹ, അതിലവർ ശാശ്വതരാണ്. മാദാമത് സമാവാത്തുൽ അർദു, ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം. ഇല്ലാ മാ ഷാ റബ്ബുക്, അങ്ങയുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ. വിശദീകരിക്കാം. അതാഅൻ ഗൈറ മജ്ദൂദ്. അതാഅൻ, അതൊരു സമ്മാനമായിട്ടാണ് അവർക്ക് സ്വർഗം കൊടുത്തത്. ഗൈറ മജ്ദൂദ്, മുറിഞ്ഞു പോകാത്ത അവിച്ഛേദ്യമായ ഒരു സമ്മാനമാണത്. തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമ്മാനമാണത്. അതാ എന്ന് പറഞ്ഞാൽ കൊടുതി എന്നർത്ഥമാണ്. സമ്മാനം, കൊടുത്തത്, സമ്മാനം. ഗൈറ മജ്ദൂദിൻ, മുറിഞ്ഞു പോവാത്ത അവിച്ഛേദ്യമായ ഒരു സമ്മാനമാണത്. ഖാലിദീന ഫീഹ മാ ദാമതി സമാവാതു വൽ അർദ്. നിർഭാഗ്യരായ ദുർജനങ്ങൾ നരകത്തിലും സൗഭാഗ്യരായ സജ്ജനങ്ങൾ സ്വർഗത്തിലും സ്ഥിരവാസികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രയോഗം നടത്തി. മാ ദാമതി സമാവാതു വൽ അർദ്. രണ്ട് സ്ഥലത്തും പറഞ്ഞു ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം. അതിൻ്റെ അർത്ഥം എന്താ? ഒരു കാലത്തും മുറിഞ്ഞു പോകാതെ നിലനിൽക്കും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരവിടെ തന്നെ കാരണം അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗം ഉണ്ടെന്ന്. ഇപ്പോൾ മഖ്തലഫുൽ ലൈലു വന്നഹാർ എന്ന് പറയും. രാപ്പകൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം അത്രയും എന്ന് പറയും. എന്താ അർത്ഥം? എന്നും എന്നർത്ഥം.
നിത്യവും എന്നർത്ഥം. അപ്പം അത് സൂചിപ്പിക്കാൻ ആ ഒരു അർത്ഥത്തിനാണ് മാതാമത് സമാവാത്തുൽ അർള് എന്ന് പ്രയോഗിച്ചത്, എല്ലാ കാലത്തും എന്നർത്ഥം. ഓക്കെ. മഹാനായ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നുണ്ട്, ആകാശഭൂമികൾ നിലനിൽക്കുമ്പോൾ എന്ന് അറബികൾ സാധാരണ പറയാറുള്ളത് എപ്പോഴും എന്ന അർത്ഥത്തിലാണ്. അപ്പം അതാണ് ഇവിടെയും അർത്ഥം. അപ്പോൾ നിർഭാഗ്യവാന്മാരായ ആളുകൾ കാലാകാലം നരകത്തിലായി എന്നാണ് അർത്ഥം. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ മാ ശാ റബ്ബുക്, താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ. എന്താണ് ഉദ്ദേശം? എന്താണ് പറഞ്ഞത്? നരകത്തിൽ കടക്കേണ്ടി വരുന്ന പാപികളായ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം, അവരുടെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഇത്തരം തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഒഴിവാക്കി സ്വർഗത്തിലേക്ക് എത്തിക്കും. മലക്കുകൾ, പ്രവാചകന്മാർ, സത്യവിശ്വാസികൾ തുടങ്ങി പലരുടെയും ശഫാഅത്ത് മൂലം അല്ലാഹു തആല ഇത്തരം മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ രക്ഷപ്പെടുത്തി അവസാനം ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതല്ലാതെ വേറെ ഒരു നന്മയും ചെയ്യാത്ത ആളുകളെ അല്ലാഹു തആല അവൻ്റെ കാരുണ്യം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതിനുശേഷം നരകത്തിൽ ബാക്കിയാകുന്ന ആളുകൾ കാലാകാലം അതിൽ താമസിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ മാത്രമാണ്. ഇതൊക്കെ പ്രബലമായ ഒരുപാട് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതികളാണ്. മിക്ക ഇമാമുമാരും പറഞ്ഞ വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ നരകത്തിലുള്ള ആളുകൾ അവിടെ ശാശ്വതവാസികളായിരിക്കും. ഇല്ലാ മാ ശാ റബ്ബുക്, അങ്ങോട്ട് രക്ഷ ഉദ്ദേശിച്ചതൊഴി എന്ന് പറഞ്ഞാൽ, ആ ഉദ്ദേശിച്ചതൊഴി എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തെറ്റ് ചെയ്ത ആളുകളെ കുറിച്ച്. അവർ കാലാകാലം നരകത്തിലല്ല, അവർ അല്ലാഹു തആല ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇനി സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ അതിൻ്റെ ആശയം എന്താണ്? ഭാഗ്യവാന്മാരായ ആളുകൾ എന്നെന്നും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലാ മാ ശാ റബ്ബുക് എന്ന് പറഞ്ഞല്ലോ, താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ. 208 ആയത്തിൽ എന്താണ് അവിടെ ഉദ്ദേശം? പാപികളായ മുഅ്മിനുകൾ ഏതാനും കാലം നരകത്തിൽ കടക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ കാലം ഒഴികെയുള്ളത് എന്നാണ് ഇവിടെ അർത്ഥം. ഇവിടുത്തെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇല്ലാ മാ ശാ റബ്ബുക് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാരായ ആളുകൾ എല്ലാവരും എന്നും സ്വർഗത്തിലാണ്. ഇല്ലാ മാ ശാ റബ്ബുക്, താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ പാപികളായ മുഅ്മിനീങ്ങൾ കുറച്ചു കാലം ഉണ്ടാവില്ല, നരകത്തിലല്ല ഉണ്ടാവുക, ആ കാലം. പാപികളായ മുഅ്മിനുകൾ കുറച്ചു കാലം നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞു, ആ കാലം ഒഴികെയുള്ളത് എന്നാണ് ഇവിടെ ഉദ്ദേശം. അതായത് യഥാർത്ഥ സത്യവിശ്വാസികൾ സ്വർഗത്തിൽ എന്നും വസിക്കുന്ന ആളുകളാണ്. അതേസമയം പാപികളായ സത്യവിശ്വാസികൾ നിശ്ചയിക്കപ്പെടുന്ന നരകശിക്ഷയുടെ കാലം കഴിഞ്ഞ ശേഷമേ സ്വർഗത്തിലെത്തുകയുള്ളൂ. വേറെയും പല തഫ്സീറുകളും ഇവിടെ ഇല്ലാ മാ ശാ റബ്ബുക് എന്ന് പറഞ്ഞ വാക്യത്തെ സംബന്ധിച്ചിട്ടുണ്ട്. മിക്കവരും പറഞ്ഞ പ്രബലമായ പ്രസിദ്ധമായ അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന റബ്ബക ഫഅാലുൻ ലിമാ യുരീദ്, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് തികച്ചും ചെയ്യുന്ന ആളാണ്. നരകാവകാശികൾക്ക് ശാശ്വതമായ നരകശിക്ഷ നൽകുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ച് തന്നെയാണ്. അതിന് നീതിക്കും ന്യായത്തിനും വിരുദ്ധമായി ഒന്നുമില്ല, അത് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരവുമില്ല. ഇതൊക്കെയാണ് ആ വാക്യാംശത്തിൻ്റെ ഉദ്ദേശം. അതാഅൻ ഗൈറ മജ്ദൂദ്, അതായത് അതാഅൻ മിനല്ലാഹി ഗൈറ മഖ്തൂഇൻ അൻഹും. ഗൈറ മജ്ദൂദ് എന്ന് പറഞ്ഞാൽ ഗൈറ മഖ്തൂഇൻ അൻഹും, മുറിഞ്ഞു പോകാത്ത സമ്മാനം. സ്വർഗാവകാശികൾക്ക് നൽകപ്പെടുന്ന സ്വർഗീയമായ ജീവിതവും സുഖസൗകര്യങ്ങളും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, അത് നിന്നു പോവുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഗൈറ മജ്ദൂദ് എന്ന് പറഞ്ഞതുകൊണ്ട്. ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോവില്ല, അതാണ് അവിച്ഛേദ്യമായ സമ്മാനം. അള്ളാഹു നമ്മളെ സ്വർഗത്തിൻ്റെ അഹരികാരിൽപ്പെടുത്തട്ടെ, നരകത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹിസാബില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരെയും വേണ്ടപ്പെട്ടവരും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണം. തമ്പുരാനെ നരകത്തെയും സ്വർഗത്തെയും കുറിച്ചൊക്കെ പറഞ്ഞു അള്ളാഹ് ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അള്ളാഹ് സ്വർഗത്തിൻ്റെ അഹ്ലുകാരാക്കി മാറ്റണം. റഹ്മാൻ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ താമസിക്കാൻ തൗഫീഖ് നൽകണം. തമ്പുരാനെ ഒരുപാട് കാലം നിൻ്റെ ദീനും ഇൽമിനും ഖുർആനും ഇഖ്ലാസോടുകൂടെ ഖിദ്മത്തുള്ള തൗഫീഖ് നൽകണം. അള്ളാഹ് ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകണം. തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും നീക്കിത്തരണം. റഹ്മാനെ സമാധാനം സന്തോഷം നൽകണം. അള്ളാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്കെല്ലാം ഖൈർ നൽകണം. തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവർ അള്ളാഹു ഇതിൻ്റെ മിസ്ല തവാബ് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹ് അവരെയും ഞങ്ങളെ സ്വീകരിക്കണം. അള്ളാഹ് മജ്ജൽ ജംഅന ഹാദാ ജംഅ മർഹൂമ
وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين الله لا دعاء سينا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته